ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജിയും വിനോദും കൂടി ആ പെണ്ണിനെ ആക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഹോസ്റ്റലിൽ. ഇപ്പോൾ ഹോസ്റ്റലിൽ ആക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ലോക്കൽ ഗാർഡിയൻ വിനോദ് തന്നെയല്ലേ, അപ്പോൾ വിനോദിന് മാത്രമേ അനുഗ്രഹയെ കാണാൻ വരാനുള്ളൊരു അനുവാദമുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ അത്രയും മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വിനോദിനൊപ്പം നമ്മുടെ സുജിയെയും കയറിയാണ്. പക്ഷേ അനുഗ്രഹയ്ക്ക് അങ്ങനെ ഒരു കുശുമ്പോ കുന്നായ്മയോ ഒന്നും ഇല്ലാത്തൊരു പെണ്ണ്. അപ്പോൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഈ സുജി ചോദിക്കുകയാണ്, എന്താണ് എപ്പോഴപ്പോൾ കാണാൻ വരാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നടി നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുജിയുടെ ജാതകം നോക്കുകയാണ് പ്രിയാമണി. അപ്പോൾ പ്രിയാമണി ഇങ്ങനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നിട്ട് പറയുകയാണ്, ഇത് നീ എന്തേ കാണിച്ചു വിടുന്നത്? അതേ, ഞാൻ സുജിയുടെ ജാതകം നോക്കുക. അല്ല, ജാതകം നോക്കണമല്ലോ, അവൾക്ക് പറ്റിയ ജാതകം ഏതാന്ന് നോക്കുകയാണ്. എന്തിനിപ്പോൾ ജാതകം നോക്കുന്നത്? നോക്കണം. വിനോദിൻ്റെ ജാതകം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലതായിരുന്നു. ഒരു കാര്യം ചെയ്യേ, അവിടെ 101 101 പോ, ചെന്നിട്ട് അവിടെ നമ്മുടെ സ്വപ്നവല്ലിയോട് ചോദിക്കുക ജാതകം. അപ്പോഴേക്കും വിനോദിൻ്റെ ജാതകം തന്നേക്കൂടി. എന്നിട്ട് വയറ് നിറച്ച് മേടിച്ചിട്ടും വന്നോ. പിന്നെ അങ്ങനെ എന്നോടൊന്നും പറയാനായിട്ട് പോകുന്നില്ല. എനിക്ക് ജാതകം മേടിച്ചെടുക്കാനായിട്ട് നല്ല കഴിവാണ്. ഞാൻ ജാതകം മേടിച്ചെടുക്കുകയും ചെയ്യും. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുജിയുടെ മാട്രിമോണിയിലൊന്നും തപ്പിയാലോ. എന്തിനാണ് ഇപ്പം മാട്രിമോണിയൊക്കെ? ഇതിൻ്റെ കാര്യമുണ്ടോ? അല്ല, സുജിക്ക് വിനോദിനെയാണല്ലോ ഇഷ്ടം. ആണല്ലോ. അപ്പം പിന്നെ എന്തിനാണ് ജാതകമൊക്കെ നോക്കാനായിട്ട് പോകുന്നത്? അതിൻ്റെ കാര്യമില്ല. അവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തില്ല. അപ്പോൾ അവരുടെ ജാതകം നോക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്നേ. എന്നാലും അങ്ങനെയല്ലല്ലോ മാഷേ, അങ്ങനെ തന്നെയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷേ, ഈ അനുഗ്രഹയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അനുഗ്രഹയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ. നല്ല കുട്ടി തന്നെയാണ്. ആണല്ലേ? എനിക്കങ്ങനെ തോന്നി. നല്ല വിനയമുള്ള കുട്ടി. ആ കുട്ടിയുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും നല്ല മാന്യതയും മര്യാദയുമുള്ള കുട്ടി തന്നെയാണ്. അത് ചിലപ്പോൾ അഭിനയമാണെങ്കിലോ? ഇല്ല, അഭിനയമൊന്നുമല്ല. ആ കുട്ടിക്ക് ഈ പുറത്തു പോയി പഠിച്ചതിൻ്റെ ഒരു ഹുങ്കും ഇല്ലെന്നേ. ഒരാളുടെ സംസാരം കേട്ടാൽ നമുക്കറിയാം അവരുടെ സംസാരത്തിൽ അഹങ്കാരമുണ്ടോ കുശുമ്പുണ്ടോ എന്നൊക്കെ. എന്ത് വിനയമായ സംസാരം. ശരിയാ. അനുഗ്രഹയുടെ അമ്മേ എന്നുള്ള വിളിയിൽ നീ വീണു പോയല്ലേ പ്രിയാമണി? അത് പിന്നെ അങ്ങനെയാണല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വിനോദിനെയും അനുഗ്രഹം കൂടി കൂട്ടിച്ചേർത്ത് നോക്കിയാലോ? അത് വേണ്ട. സുജിയുടെ സ്വന്തമാണ് വിനോദ്. അതുകൊണ്ട് ഒരു പുതിയ മാഷ് മനസ്സിൽ നിന്ന് മാറ്റി അങ്ങോട്ട് വെച്ചേര് എന്ന് പറയുക. അതേസമയം തന്നെ സുജിയും വിനോദും കൂടി വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് കുശുമ്പ് മൂത്ത് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ സുജി. അപ്പോൾ വിനോദ് ചോദിക്കുകയാണ്, അല്ല നീ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ താജ്മഹൽ, ഷാജഹാൻ, മുംതാസിനെ ആരെ തല്ലിക്കൊന്നാ പറഞ്ഞത്? എൻ്റെ ദൈവമേ, ഏതൊരു ചരിത്രമൊക്കെ സൃഷ്ടിച്ചായിരുന്നല്ലോ നീ. അത് ഈ സുചിത്രയുടെ ചരിത്രമാണ്. എന്താ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിനോദേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. വിവേകിനായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയതാ. പിന്നെ ഒരു റിലേഷനിൽ ചെന്ന് പെടലും തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നീ എൻ്റെ മുന്നിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ നിൻ്റെ അടുത്ത് റിലേഷൻ കൂടേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഇങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അനുഗ്രഹ അതൊരു പാവം കുട്ടി തന്നെയാണ്. അരുന്ധതി മേഡത്തിൻ്റെ മോള്. അരുന്ധതി മേഡവും ഒരു പാവം തന്നെയാണ്. പിന്നെ ഏട്ടനുമായിട്ടുള്ളൊരു അത്രയും മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആക്കുക. പിന്നീട് കാണിക്കുന്നത് ചിപ്പിയും മഹേഷും കൂടി സംസാരിക്കുകയാണ്. അപ്പം ചിപ്പി മഹേഷിനോട് പറയുകയാണ്, നാളെ ആണെങ്കിൽ എനിക്കൊരു ഇതുണ്ട്, ഈ അമ്മയെക്കുറിച്ച് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ പറയണം, അമ്മയെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? എങ്കിൽ പിന്നെ അമ്മയെക്കുറിച്ച് മോശമായത് വേണോ അല്ലെങ്കിൽ നല്ല കാര്യം വേണോ ചിപ്പി? അതൊക്കെ അച്ഛൻ ഡിസൈഡ് ചെയ്തോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്തായാലും അച്ഛൻ എഴുതുന്നത് ഞാൻ പഠിച്ചിട്ട് അവിടെ പറയും. എങ്കിൽ പിന്നെ നല്ലത് തന്നെ ആവട്ടെ. അമ്മ നല്ലതാണ്, നല്ല കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ അമ്മ എനിക്ക് ഡോക്ടർ ആവണമെന്നോ എൻജിനീയർ ആവണമെന്നോ എന്നല്ല പറഞ്ഞു തരുന്നത്,
മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യരെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. ആഹാ അച്ഛാ, ഇതെല്ലാം അമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളാ. അപ്പോൾ അച്ഛനമ്മയെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ കരുതിക്കോ. അപ്പോൾ ദേ വരുന്നു ഇഷിത. ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ രണ്ടുപേരും കൂടി വർത്താനം? അല്ല, അമ്മയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമായിരുന്നു. ഓ, അമ്മയെക്കുറിച്ച് അപ്പം മോശമായാണോ പറഞ്ഞിരുന്നത്? അല്ല, ഇഷാദേട്ടനെ കൊണ്ടുവന്നില്ലേ അമ്മേ? ഇഷാദേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടോ? അത് പിന്നെ മഹേഷേ, ഇഷാദ് പോയി. എന്താ ഡിസ്ചാർജ് ആണോ? അല്ല, അവനെ ഓർമ്മ തിരിച്ചു കിട്ടി. അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ, അതിൻ്റെ സങ്കടം തനിക്ക് ഉണ്ടാവുമല്ലേ? അപ്പോൾ നമ്മുടെ ചിപ്പി ചോദിക്കുകയാണ്, അപ്പോൾ ഇഷാദേട്ടൻ പോയല്ലേ? പോയി മോളെ. ഇഷാദേട്ടന് ഓർമ്മ തിരിച്ചു കിട്ടി. ഓർമ്മ തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇഷാദേട്ടൻ പോയി. മോളിന്ന് ഇവിടെയാണോ കിടക്കുന്നത്? അതെ, എനിക്ക് ഇന്ന് ഇവിടെ കിടന്നാൽ മതി. നിങ്ങളെ കുറച്ച് ഡിസിപ്ലിനൊക്കെ എനിക്ക് പഠിപ്പിക്കാനുണ്ട് എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഇഷിത, എങ്കിൽ പിന്നെ കിടന്ന് ഉറങ്ങ്, ഒരുപാട് സമയമായേ, ഉറങ്ങാനുള്ള ഇതൊന്നും ഇല്ലേ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരുടെയും നടക്ക് കയറി നമ്മുടെ ചിപ്പി കിടക്കുക. ചിപ്പി കിടക്കുമ്പോഴും അമ്മേ എന്നെ കെട്ടിപ്പിടിക്കമ്മേ. അപ്പോൾ നമ്മുടെ ഇഷിത കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ, ഇന്ന് അച്ഛനോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? അച്ഛനും കെട്ടിപ്പിടിക്കുക അച്ഛാ. അപ്പോൾ രണ്ടുപേരുടെയും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് മുട്ടുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൈയെടുത്ത് മാറ്റുകയും ചെയ്യണം. എൻ്റെ ദൈവമേ, കണ്ടില്ലേ, മാഗ്നറ്റ് പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ. രണ്ടുപേരും കെട്ടിപ്പിടിക്കുക. കൊച്ചാണെങ്കിൽ രണ്ടുപേരുടെയും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ നടുക്കുന്ന് മാറി നേരെ അങ്ങോട്ട് കിടക്കുകയാണ്. ഡാഡി കുറച്ചങ്ങോട്ട് നീങ്ങി കിടക്കുക, എനിക്ക് സ്ഥലമില്ല. അങ്ങനെ കൊച്ച് കുറേ ഐഡിയകളൊക്കെ ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടത്താനുള്ള പരിപാടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ജിമ ചായയും കൊണ്ട് വരികയാണ്. ഇത് കണ്ട സ്വപ്നവല്ലിയാണെങ്കിൽ ദേ കേട്ട രാമ, അഞ്ചമിന്ന് അടുക്കളയിലാ. നല്ല കാര്യം. ഇന്ന് ഇടിവെട്ടും മഴയും പെയ്യും. അവളിന്നെങ്കിലും അടുക്കളയിൽ കയറിയല്ലോ, അതന്നെ മഹാഭാഗ്യമാണ്. ദേ അച്ഛനമ്മ ഈ ചായന്ന് കുടിച്ചേ. എൻ്റെ മഞ്ജിമേ, ഇന്ന് മഴക്കാര് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നീ അടുക്കളയിൽ കയറിയത് കൊണ്ടാണെന്ന്. അച്ഛൻ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. അച്ഛനെ ചായ കുടിക്ക്, ഇടിവെട്ട് ചായ. അങ്ങനെ ഇവർ കുടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവരെ ചോദിക്കുക, രാമ എങ്ങനെയുണ്ട് ചായ? തരക്കേടില്ല, പക്ഷെ കൊള്ളൂലെന്ന് അവളോട് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറാൻ അവൾക്ക് മടിയാ. അപ്പോൾ മഞ്ജിമോന്ന് ചോദിക്കണം, അമ്മേ എങ്ങനെ ഉണ്ടായിരുന്നു ചായ? അടിപൊളി, നീ പറഞ്ഞതുപോലെ തന്നെ ഇടിവെട്ട് ചായയാണ് അച്ഛാ. ഇനി മുതലേ നീ അടുക്കളയിൽ കയറിയാൽ മതി. നിൻ്റെ അമ്മ ഉണ്ടാക്കണ ചായ ഒന്നിനും കൊള്ളൂല. ഓ എൻ്റെ പൊന്നച്ഛാ, വലിയൊരു പാര തന്നെയാണല്ലോ അച്ഛൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലേ, ഏതായാലും വിനോദ് വന്നല്ലോ. ഏട്ടനിപ്പോഴും വന്നല്ലോ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. പക്ഷെ അവന് കല്യാണപ്രായമായി, ഒരു പെണ്ണിനെ അന്വേഷിക്കണ്ടേ? അപ്പം നമ്മുടെ രാമൻ പറയാണ്, പെണ്ണിനെയൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. വേണ്ട, അച്ഛനെ അന്വേഷിക്കണ്ട. അച്ഛനെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുത്തയെ കൊണ്ടുവരാനില്ല ഇങ്ങോട്ട്. അത് വേണ്ട, ഇവിടെ തന്നെ ധാരാളം. അച്ഛൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. 100-ലെ എന്താ അവളുടെ പേര്? സുചിത്ര. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും അച്ഛൻ്റെ ആഗ്രഹം. അതൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ. അമ്മ അതിന് സമ്മതിക്കരുത് കേട്ടോ. അപ്പോൾ സ്വപ്നവല്ലിയാണെങ്കിൽ ഇല്ല രാമ, ഞാൻ സമ്മതിക്കില്ല. അല്ല, അവൾക്ക് എന്താ കുഴപ്പം? അയ്യോ, അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ അമ്മയുടെ മനസ്സിലെ ആഗ്രഹം അതുതന്നെയായിരിക്കും, അവളെയും കൂടി ഇങ്ങോട്ട് വിടാനായിട്ട്. പക്ഷേ അത് നടക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ട്. ആര്? അത് വേറെ ആരും അല്ല, അനുഗ്രഹം എങ്ങനെയുണ്ട്? നല്ല സുന്ദരിയാണ്, സൽസ്വഭാവിയാണ്, പഠിപ്പുണ്ടെങ്കിലും ആ ഒരു അഹങ്കാരം ആ കുട്ടി കാണിക്കുന്നുമില്ല. നല്ലൊരു വിനയമുള്ള കുട്ടി തന്നെയാ അല്ലേ? അതമ്മ പറഞ്ഞ ശരി തന്നെയാണ്. അനുഗ്രഹ അത് മതി, നല്ല കുട്ടിയാ. അങ്ങനെ നമ്മുടെ ചിപ്പി രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഇവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാച്ചാ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടക്കുക. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇഷിതയുടെ അടുത്ത് പോയി പറയാണ്, അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക അമ്മേ. അപ്പോൾ ഇഷിതയാണെങ്കിൽ ഈ നമ്മുടെ മഹേഷിനെയും വലിഞ്ഞു മുറുകി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ ചിപ്പി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗുഡ് മോർണിംഗ് അച്ഛമ്മേ, ഗുഡ് മോർണിംഗ് അച്ചാച്ച എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അല്ല, അവർ രണ്ടുപേരും എണീറ്റില്ലേ മോളെ? ഇല്ല, അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ മഞ്ജിമ പറയാം, കണ്ടില്ലേ അഹങ്കാരം, കണ്ടില്ലേ, ഇത്ര നേരമായിട്ടും എണീക്കാൻ കഴിയില്ല, കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്ന്. അതെ, അപ്പം ഞങ്ങൾക്ക് 2 ചായ എടുത്തിട്ട് വന്നേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും
എന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് കുടിച്ചോളൂല്ലോ. വേണ്ട വേണ്ട, എനിക്ക് തന്നെ അവർക്ക് കൊണ്ടേ കൊടുക്കണം, ഇങ്ങനെ എടുത്ത് താപ്പേ എന്ന് പറയുമ്പോൾ ഈ സുജിയപ്പം നേരെ 2 ചായ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. ഇവർ ഇതും കൊണ്ട് ചിപ്പിയാണെങ്കിൽ നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ലോണം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണേ. ആ സമയത്ത് അതേ ഇഷിതയുടെ അടുത്ത് പോയി എന്നിട്ട് പറയുക, അത് പിന്നെ അമ്മേ അച്ഛേ എൻ്റെ കയ്യിലൊരു ഉമ്മ തന്നേ. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിതയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ ഒരു ഉമ്മയും കൊടുക്കുകയാണ്. അപ്പോൾ ചിപ്പിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം ചിരിയൊക്കെ. അങ്ങനെ ചിപ്പി ആ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അത് നല്ലൊരു അടിപൊളി പാട്ടും വെക്കണം, ഒരു പ്രണയഗാനം. ആ പാട്ട് കേട്ട് ഇവർ രണ്ടുപേരും കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുക. ഞെട്ടി ഇവരെ ചാടി എണീക്കുകയാണ്. കണ്ടില്ലേ, ഇതെല്ലാം എൻ്റെ ഐഡിയ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നല്ലോ. ദേ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ടൊക്കെ കേട്ട്. സൗണ്ടോ? എന്ത് സൗണ്ട്? അതെ അമ്മ എൻ്റെ കവളിലേക്ക് ഒരു ഉമ്മ വന്നേ. അങ്ങനെ ഇഷിത കവളിലേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് ചിപ്പി എടുത്ത്. ഈ സൗണ്ടാണ് ഞാൻ കേട്ടത്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നേ. പോടി, എന്തൊക്കെയാ പറയുന്നത്? അതെ ഞാനിത് കേട്ടു. ഇനി മോനും മോളൊക്കെ ഈ ചായ ഒന്ന് കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കുക. അതെ അറിയാലോ, ഇന്നെനിക്ക് ഓഫാണേ. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? അപ്പോൾ മഹേഷ് പറയാം, പറ്റില്ല, എനിക്ക് ഔട്ടിങ്ങൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് കുറച്ച് ഗെറ്റ് ടുഗദർ ഉണ്ട്, എനിക്കതിന് പോകുക തന്നെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.